Hi everyone, this is Abin from Everything You Want About Apple. നമ്മുടെ ആപ്പിൾ യൂസേഴ്സ് ഓരോ ദിവസവും പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. കാരണം അത്രയും പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ഐഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പുതിയ ടിപ്സും ട്രിക്സും അറിയാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും ജോയിൻ ചെയ്യാത്ത പല കൂട്ടുകാരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ പുതിയ ആപ്പിളിൻ്റെ ടിപ്സും ട്രിക്സും ന്യൂസും എല്ലാം നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ മെമ്പറായിട്ട് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അധികം ലാഗില്ലാതെ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ടിപ്പാണ് മ്യൂസിക് വിത്ത് വീഡിയോ റെക്കോർഡിംഗ്. അതായത് നമ്മൾ യൂഷ്വലി ഒരു ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഓഡിയോ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പക്ഷേ ആ ഒരു ഓഡിയോ കേട്ടുകൊണ്ട് തന്നെ നമ്മളെങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്യുക. ഈ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിൻ്റെ ഒപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ക്യാമറയിലേക്ക് പോവുക. ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ഞെക്കി പിടിക്കുക. ആ ഷട്ടർ നേരെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഓഡിയോയും നമുക്ക് കേൾക്കാൻ പറ്റും. ഈ ഒരു ടിപ്പ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ പല കാര്യങ്ങളിലും റീൽസ് എടുക്കുമ്പോഴും നമുക്ക് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെ ട്രിക്ക് നമ്മുടെ നോട്ട്സിൽ നമ്മൾ പല കാര്യങ്ങളും പല പ്രസൻറ്റേഷനും പല വിധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നോട്ട് യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ളിലേക്ക് ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ക്യാമറ ഐക്കൺ ടാപ്പ് ചെയ്ത് അതിൽ നിന്ന് ചൂസ് ഫോട്ടോ ആൻഡ് വീഡിയോ ടാപ്പ് ചെയ്ത് പിന്നെ ആൽബത്തിൽ പോയി പല ഫോട്ടോസൊക്കെ എടുത്താണ് നമ്മൾ നോട്ട്സിലേക്ക് ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്ര പോലും ഒരു ജോലിയില്ല നമ്മൾ ഈ പറയുന്ന ഒരു ട്രിക്ക് യൂസ് ചെയ്യുമ്പോൾ. നമ്മൾ നേരെ ഫോട്ടോസിലേക്ക് പോവുക. എനിക്കിപ്പോൾ ഈ ഒരു ഫോട്ടോ കോപ്പി ചെയ്യണമെങ്കിൽ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഞാൻ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഇവിടെ കോപ്പി എന്ന് വരും. ഈ കോപ്പി എന്ന് വന്ന് നേരെ നോട്ട്സിലേക്ക് പോയിട്ട് 3 ഫിംഗേഴ്സ് ഞാൻ ഇങ്ങനെ ചെയ്യുക, പേസ്റ്റായി. ഇത്രയ്ക്ക് എളുപ്പമാണ് ഒരു ഫോട്ടോ നമ്മുടെ ഒരു പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിനും നോട്ട്സിലേക്ക് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ. നമ്മൾ അടുത്ത ടിപ്പും നോട്ട്സിൽ തന്നെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡറി ആയിട്ട് വേറൊരു ഐഫോൺ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഈ ഒരു പ്രസൻറ്റേഷന് പരമായിട്ട് ചെയ്യേണ്ടി വരും. വേറൊരു ഫോട്ടോ വേറൊരു ഡിവൈസിലേക്ക് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ യൂഷ്വലി അത് എയർ ഡ്രോപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുമ്പോൾ വരില്ല. കാരണം യൂഷ്വലി ചെയ്യുന്ന പോലെ 3 ഫിംഗേഴ്സ് വെച്ച് ആ ഒരു ഇമേജ് കോപ്പി ചെയ്യുക. എൻ്റെ ഏത് ഡിവൈസിലേക്കാണ്, അതായത് ഐപാഡോ ഐഫോണിലേക്കോ ഞാൻ ചെയ്യണമെങ്കിൽ നോട്ട്സിലേക്ക് പോവുക. ഞാനൊരു പുതിയ നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ 3 ഫിംഗേഴ്സ് വെച്ച് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഐഫോണുള്ള കാരണം ആ ഐഫോണുള്ള ഇമേജ് സീംലെസ്ലി നമുക്ക് ഈ ഒരു ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. ഈ ഒരു ടിപ്പും നമുക്ക് ഭയങ്കരമായിട്ടുള്ള യൂസ്ഫുള്ളാണ്. പിന്നീട് അടുത്ത ടിപ്പ് ഞാൻ പറയുമ്പോൾ അതും നോട്ട്സിൽ സംബന്ധപ്പെട്ടാണ്. നമ്മൾ പല കാര്യങ്ങളും എന്ന് വെച്ചാൽ അത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും പല കാര്യങ്ങളും നമ്മൾ നോട്ട്സിൽ സേവ് ചെയ്തിടാറുണ്ട്. പക്ഷേ ഇങ്ങനെ സേവ് ചെയ്തിടുന്നത് നമുക്ക് ഒരിക്കലും പ്രൈവസി തരില്ല. കാരണം ഈ ഒരു നോട്ട്സിലുള്ള നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും അതേപോലെ പല കാര്യങ്ങളും ആർക്ക് വേണമെങ്കിലും എടുത്തു നോക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു നോട്ട് നമുക്ക് എങ്ങനെയാണ് ലോക്ക് ചെയ്യാൻ പറ്റുക? പൊക്കത്തുള്ള ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. ഇത് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് താഴത്തെ ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നേരെ ടാപ്പ് ചെയ്യുക. അങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് നമുക്ക് ഇടാൻ പറ്റും. പിന്നീട് ഈ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ടിപ്പ്, നമ്മളെല്ലാവരും മിക്കവാറും രാത്രി കിടന്നുറങ്ങുമ്പോൾ മ്യൂസിക് പ്ലേ ചെയ്തിട്ടായിരിക്കും കിടന്നുറങ്ങുക. അത് ചിലപ്പോൾ യൂട്യൂബിലായിരിക്കും, സ്പോട്ടിഫൈയിലായിരിക്കും, ആപ്പിൾ മ്യൂസിക്കിലായിരിക്കും. ഏതിലായാലും നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ നേരം പാട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ പിറ്റേ ദിവസവും അത് പാടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ ചാർജ് ഇരുന്നിട്ടുണ്ടാവും. പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി എങ്ങനെ ക്ലോസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലോക്കിൻ്റെ ആപ്പിലേക്ക് ചെല്ലുക. ഇവിടെ ടൈമർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ടൈമറിൻ്റെ ആ ഒരു ഓപ്ഷൻ വരുമ്പോൾ വെൻ ടൈമർ എൻഡ് എന്നുണ്ടാവും. അത് ടാപ്പ് ചെയ്യുക. നമ്മൾ നേരെ താഴത്തേക്ക് പോകുമ്പോൾ
സ്റ്റോപ്പ് പ്ലേയിങ് എന്നുണ്ടാവും. അത് ടാപ്പ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചുതരാം. ഒരു 5 സെക്കൻഡ് ഞാൻ വെച്ചു. 5 സെക്കൻഡ് വെച്ചിട്ട് ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പോവാം. ഈ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് ഞാൻ ടൈമർ ഇപ്പോൾ ഓൺ ചെയ്തു. ഓട്ടോമാറ്റിക്കലി ഈ ഒരു പാട്ട് 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ നിൽക്കും. അങ്ങനെയാണ് നമുക്ക് കണ്ടോ, ഓട്ടോമാറ്റിക്കലി ആ ഒരു പാട്ട് നിന്ന് കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് നമ്മുടെ ഐഫോൺ രാത്രി പാട്ട് വെക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ, സ്പോട്ടിഫൈ ആയിക്കോട്ടെ, ആമസോൺ ഏതൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈമറിലൂടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത ടിപ്പാണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചത്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ആപ്പിൾ വാൾപേപ്പർ എന്ന് സെർച്ച് ചെയ്തു. ആപ്പിൾ വാൾപേപ്പർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിരവധിയായിട്ടുള്ള റിസൾട്ട് വരും. അപ്പോൾ എനിക്കിതിൽ പല ഇമേജും ഇഷ്ടപ്പെട്ടു. നോർമൽ നമ്മൾ എന്ത് ചെയ്യും, ടാപ്പ് ചെയ്ത് പിടിച്ച് നമ്മൾ ആ ഒരു ഇമേജ് സേവ് ടു ഫോട്ടോസ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യും. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും. കാരണം നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് വലിക്കുമ്പോൾ ആ ഒരു ഇമേജ് നമ്മുടെ തമ്പിൽ വരും. നമ്മുടെ രണ്ടാമത്തെ ഫിംഗേഴ്സ് കൊണ്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോട്ടോ ഇഷ്ടപ്പെട്ടു, അത് ടാപ്പ് ചെയ്യുക. ഈ ഒരു ഫോട്ടോ ഇഷ്ടപ്പെട്ടു, അത് ടാപ്പ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോട്ടോ ഇഷ്ടപ്പെട്ടു, അത് ടാപ്പ് ചെയ്യുക. നമ്മൾ നേരെ ഫോട്ടോസിലേക്ക് വരില്ല. അവിടെ ഫോട്ടോസിലേക്ക് എത്തിയിട്ട് ചുമ്മാ ഞാൻ ഡ്രോപ്പ് ചെയ്താൽ മതി. ആ ഒരു ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇത്ര എളുപ്പത്തിന് എല്ലാ ഫോട്ടോസും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത ടിപ്പ് നമ്മുടെ സഫാരിലാണ്. സഫാരിൽ iOS 15 വന്നപ്പോൾ നമ്മുടെ സെർച്ച് ബാർ നേരെ താഴത്തേക്ക് വന്നു. ഈ സെർച്ച് ബാർ നമ്മൾ എങ്ങനെയാണ് പഴയ പോലെ പൊക്കത്തേക്ക് എത്തിക്കുകയെന്ന് വെച്ചാൽ നമ്മളിവിടെ 2A എന്ന് പറഞ്ഞ ആൽഫബറ്റ്സ് കണ്ടോ, അവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഏറ്റവും പൊക്കത്തുള്ള ഓപ്ഷനാണ് ഷോ ടോപ്പ് അഡ്രസ് ബാർ എന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സെർച്ച് ബാർ നേരെ പൊക്കത്തേക്ക്, അതായത് നേരത്തെ കണ്ട iOS പോലെ നമുക്ക് പൊക്കത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ട്രിക്ക് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ വെച്ചാൽ ആക്റ്റീവ് ആവില്ല. അതിന് നമ്മൾ നേരെ താഴത്തേക്ക് കൊണ്ടുവരാം. താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പറഞ്ഞ ട്രിക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ സഫാരിയിൽ പല ടാബുകൾ ഓപ്പൺ ചെയ്യാറുണ്ട്. അതിൽ ഒരു ടാബ് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ടാബ് ബട്ടണിൽ പോയി പല ടാബുകളും അന്വേഷിച്ച് ഇപ്പോൾ ഈ ഒരു ടാബ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ടാബ് വേണം, ഇങ്ങനെ ഓരോ ടാബ് ഞാൻ എടുത്തെടുത്ത് നോക്കണം. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ഒരു ടാബ് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഓരോ ടാബും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത ടിപ്പ് നമ്മുടെ സഫാരിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ഇപ്പോൾ പല ആൾക്കാരും ഓൺലൈനായിട്ട് പല കാര്യങ്ങളും ഓർഡർ ചെയ്യാറുണ്ട്. ചില വെബ്സൈറ്റുകൾക്ക് നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. ഈ മിന്ത്ര, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞ വലിയ വലിയ കമ്പനികൾക്കായിരിക്കും ആ ഒരു ആപ്പ് ഉണ്ടാവുക. ചില വെബ്സൈറ്റുകൾക്ക് ആപ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വെബ് ബ്രൗസറിൽ കൂടെ തന്നെ അത് ട്രാക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് സഫാരിയിൽ പലവിധം ടാബുകൾ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ടാബ്, അതായത് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ടാബ് ചിലപ്പോൾ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇനി പറയുന്ന ഈ ടിപ്പിൽ നിങ്ങൾക്കത് മിസ്സാവില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷെയർ ഷീറ്റ് നിങ്ങൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആപ്പിളിൻ്റെ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക്. ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ റീഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ആ ഒരു സഫാരിയുടെ ടാബിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ചില സമയത്ത് ഓർഡർ ചെയ്യുന്ന ചില വെബ്സൈറ്റുകൾ നമുക്ക് ഇതേപോലെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ ടാബ്സ് തപ്പി പിടിക്കേണ്ട ആവശ്യം വരില്ല. അത് നിങ്ങൾ എന്തുകൊണ്ട് യൂസ് ചെയ്യുക, ഇത് പലർക്കും യൂസ്ഫുൾ ആയ ടിപ്പായിരിക്കും. അടുത്ത ടിപ്പ് ഞാൻ പറഞ്ഞു തരുന്നത് iPhone 10 മുതൽ 11 വരെ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസ് യൂസേഴ്സിനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം iPhone 12 മുതലാണ് നമുക്ക് ട്രൂ ഡെപ്ത് ക്യാമറ ഉള്ളതുകൊണ്ട് ഫേസ് മാസ്ക് വിത്ത് ഫേസ് ID എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. ഇല്ലാത്ത പക്ഷം നമ്മൾ പാസ്കോഡ് അടിച്ച്, അല്ലാത്ത പക്ഷം നമുക്ക് ആപ്പിൾ വാച്ച് ഇല്ലെങ്കിൽ നമ്മൾ പാസ്കോഡ് അടിച്ച് തന്നെ മാസ്ക് ഇടുമ്പോൾ അൺലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ചില സാധനങ്ങളിൽ പാസ്വേഡ് അടിക്കാൻ നേരം ഇത്ര നേരം നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരാൻ, ആ ഒരു ഐഫോണിൻ്റെ പാസ്കോഡ് റെക്കഗ്നൈസ് ചെയ്ത് വരാൻ കുറച്ച് ടൈം ഉണ്ടാവും. ഈ ഒരു ലാഗ് പോലും ഇല്ലാതെ നമ്മൾ എങ്ങനെ പാസ്കോഡ് അടിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ സ്വൈപ്പ് അപ്പ് ചെയ്യുക, ഈ ഫേസ് ഐഡിയിൽ നിന്ന് ടാപ്പ് ചെയ്യുക. ഫേസ് ഐഡിയിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരുന്നത് പാസ്കോഡ് അടിക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും.
അടുത്ത ടിപ്പ്, നമ്മുടെ ഡിവൈസിൽ നമ്മളൊരു QR കോഡ് സേവ് ചെയ്ത് വെച്ച്, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വൈഫൈയുടെ ആണെങ്കിലും പല വിധമായിട്ടുള്ള QR കോഡ് നമുക്ക് നമ്മുടെ ഡിവൈസിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ആ ഒരു സേവ് ചെയ്ത് വെക്കുന്ന QR കോഡ് എങ്ങനെയാണ് നമ്മുടെ ഡിവൈസിൽ കൂടെ തന്നെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ അങ്ങനെ ഒരു QR കോഡ് ഇപ്പോൾ എടുക്കുക. ആ ഒരു QR ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു QR കോഡ് എടുത്തതിന് ശേഷം നമ്മുടെ ഇവിടെ ഒരു ടെക്സ്റ്റ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ടാപ്പ് ചെയ്യുക. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ QR കോഡ് മാത്രം പ്രൊമിനൻ്റ് ആയിട്ട് വരും. ആ ഒരു QR കോഡ് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളോട് റീഡയറക്റ്റ് ചെയ്യാൻ ചോദിക്കുന്നത് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത റിസൾട്ടാണ്. അടുത്ത ടിപ്പ്, നമ്മുടെ ഷസാം എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഷസാം എന്ന് പറയുന്ന ഒരു മ്യൂസിക് റെക്കഗ്നിഷൻ ആപ്പിൾ ടേക്ക് ഓവർ ചെയ്തായിരുന്നു. ആ ഒരു ആപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏത് സോങ്സും ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ഡിവൈസുകൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ഐഫോൺ യൂസേഴ്സിന് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡിവൈസിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ഒരു മ്യൂസിക് റെക്കഗ്നിഷൻ ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടുന്ന് കൺട്രോൾ സെൻറ്റർ ടാപ്പ് ചെയ്യുക. നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ കാണിച്ചു തരാം. നമ്മൾ നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ മ്യൂസിക് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ആഡ് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ കൺട്രോൾ സെൻറ്റർ എപ്പോൾ വിളിക്കുന്നു അവിടെ നമുക്കിവിടെ ഷസാമിൻ്റെ ഒരു ചിഹ്നം കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരു സോങ് നിങ്ങൾക്കായിട്ട് ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യുകയാണ്. ആ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മ്യൂസിക്കിൽ ഷസാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ടാപ്പ് ചെയ്ത് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മൈക്ക് എടുക്കുന്നത്. ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു റിസൾട്ട് നമ്മുടെ ഡിവൈസിലേക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു ഫീച്ചർ നമുക്ക്